13 വാക്യം. ഉണർന്നിരിപ്പിൻ, വിശ്വാസം നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയിൽ വിളിക്കപ്പെട്ട ദൈവത്തിൽ എഴുതുമ്പോൾ സ്തോത്രം 1 കൊരിന്ത്യർ 1 മുതൽ 16 വരെ വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ഇതാൻ കാണുന്ന അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെയാണ് ഉണർന്നിരിപ്പിൻ, സ്തോത്രം, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. 5 കാര്യങ്ങളോടെ കാണുന്നില്ല. അതിന് ഒന്നാമത് കാരണം ഉണർന്നിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു ഉണർന്നിരിപ്പിൻ. ആമേൻ. പ്രതിയോഗി അലർന്ന പിശാച് ആമേൻ അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടത് ചൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രാത്രിയിലും അമ്മദർശനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദേശം ഉണർന്നിരിപ്പാനും കർത്താവ് ഇടയാക്കണമെന്ന് സ്തുതിക്കുന്നു. ആമേൻ. കർത്താദാസന് പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയല്ലോ. ആമേൻ. നിങ്ങൾക്ക് ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ കഴിയും. ഒരു നാഴികയിൽ ഉണർന്നിരിക്കുക. സ്തോത്രം. കർത്താവ് പറഞ്ഞു പ്രാർത്ഥനയിൽ ആമേൻ അത് ഉറ്റിരിക്കുക. സ്തോത്രം. ആമേൻ. കർത്താവ് ഏൽക്കേണ്ടതായ ആ പാനപാത്രം അല്ലെങ്കിൽ ക്രൂശ് മരണത്തിൽ ആമേൻ കർത്താവ് പിതാവിനോട് ചോദിക്കുകയാണ്, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നെ നിറവേറട്ടെ. സ്തോത്രം. ആമേൻ. അതേ സ്തോത്രം. യേശു അതേ ഗെത്സമനയുടെ അനുഭവത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ സ്വതന്ത്ര ശിഷ്യന്മാരെ ഇവിടെ എടുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മുന്നേ കടന്നു പോകുന്നു കാണുവാൻ കഴിയും. എന്നാൽ സ്തോത്രം ശിഷ്യന്മാര് അതേ സ്തോത്രം ആമേൻ മയക്കം പിടിച്ചുറങ്ങി എന്ന് കാണുവാൻ കഴിയും. സ്തോത്രം. അതെ മത്തായി സുവിശേഷം 25 കടന്നു വരുമ്പോൾ ആമേൻ 10 കന്യകമാരെ ഉപമ കാണുവാൻ കഴിയും. സ്തോത്രം. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും. ആമേൻ. സ്തോത്രം. ബുദ്ധിയുള്ളവര് വിളക്കുകളുടെ എണ്ണയെടുത്തു, ബുദ്ധിയില്ലാത്തവരോ വിളക്ക് എടുത്തു എന്ന് എണ്ണയെടുത്തില്ല. സ്തോത്രം. 10 പേരും കാത്തിരുന്നവരാണ്. സ്തോത്രം. ആമേൻ. മണവാളൻ താമസിക്കുന്നു എന്ന് അറിഞ്ഞ് സ്തോത്രം എല്ലാവരും മയക്കം പിടിച്ചുറങ്ങുവാണ്ടേ തീർന്നു. സ്തോത്രം. എന്നാൽ അതേ അർദ്ധരാത്രിക്കോ മണവാളം വരുന്ന ആർപ്പൊളി ഉണ്ടായി എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിപ്പാണ്ടയായി തീർന്നു. സ്തോത്രം. ആമേൻ. എന്നാൽ ബുദ്ധിയുള്ളവരുടെ വിളക്ക് തെളിഞ്ഞവരുടെ എണ്ണയുള്ളതുകൊണ്ട് കെട്ടുപോയില്ല. ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് കത്തിച്ചപ്പോൾ അത് എണ്ണയില്ലായെങ്കിൽ കെട്ടുപോയി. അവർ പറയുന്നു സ്തോത്രം. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് ആമേൻ ഞങ്ങൾക്ക് അല്പം തരയണമേ. സ്തോത്രം. അവർ പറയുകയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായവരായകണ്ട് വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുവിൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിൽക്കുന്നവരുടെ ഇടയിൽ അവയെ സ്തോത്രം പല ആത്മീക അർത്ഥങ്ങളുണ്ട്. എന്നാൽ സ്തോത്രം അത് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് ശക്തി പ്രാപിച്ചവൻ ആമേ സ്തോത്രം കർത്താവിനെ കാത്തിരിക്കുന്ന ശക്തി പുതുക്കം. അവർ കഴിയന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ അത് താഴ്ന്നു ഓടുകയും ക്ഷീണിച്ചു നടക്കുകയും ചെയ്യും. കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുന്ന ദൈവവേദൽ ആമേൻ സ്തോത്രം. ആമേൻ. അവൻ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ പുതുക്കി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേ അതേ സ്തോത്രം വായിക്കുന്നു. ആമേ സ്തോത്രം നിന്റെ യൗവന കഴിനെ പോലെ പുതുക്കി വരുത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യൗവന അത് കഴുകനെ പോലെ പുതുക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. വായിക്കുന്നതിനോട് മറ്റു വായിക്കുന്നു. ആമേ സ്തോത്രം. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയർ ഉയരത്തിലേക്ക് പൊങ്ങുന്ന അനുഭവത്തിലേക്ക് അത് നൽകുവാൻ സ്തോത്രം. ഇവിടെ അതേപോലെ പറയുന്നു. സ്തോത്രം. അതിന്റെ മുന്നേ പല കാര്യങ്ങൾ വിവരിച്ചിട്ട് പറയുന്നു. സ്തോത്രം. ആമേൻ. അതെ ഉണർന്നിരിപ്പിൻ. ആമേൻ. എന്തിനാണ് ഉണരേണ്ടത്? സ്തോത്രം. ആമേൻ. സ്തോത്രം. പല സ്തോത്രം അതെ സ്തോത്രം കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഉണരേണ്ടതായ അനുഭവങ്ങൾ ദൈവസഭയായിരിക്കുന്നു. ഒന്ന് ദേശത്തെ സുവിശേഷീകരിക്കേണ്ടതിന്, മറ്റൊന്ന് സ്തോത്രം ലോകത്തിന്റെ അവസ്ഥയെ കണ്ടിട്ട് ദൈവസഭ ഉണരണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ഉണരണം. ദാസൻ അമ്മേ നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ മുന്നേ. സ്തോത്രം. അതെ സ്തോത്രം. പൗലോസും ശീലാസും തന്റെ അനുഭവത്തിൽ
ആമേൻ പ്രതിസന്ധികളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, കഷ്ടതയുടെ മധ്യേ ആമേൻ സ്തോത്രം കഷ്ടം അനുഭവിച്ചിട്ടും പ്രയാസം അനുഭവിച്ചിട്ടും നന്മ ചെയ്തിട്ടോ ആമേ അടിയേറ്റ് നിന്നയേറ്റ് പരിഹാസത്താൽ ആമേ ദുഷികളാൽ വലയ്ക്കപ്പെട്ട ദേശത്തെ ആ ദേശം ജയിലിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാണുവാൻ കഴിയും. സ്തോത്രം. പ്രതിസന്ധികളുടെ മധ്യ, പ്രയാസങ്ങളുടെ മധ്യ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉണർന്നിരുന്ന, ജാഗരിക്കുന്ന ദൈവത്തിലെ സ്തോത്രം അവൻ വിട്ടുവയ്ക്കുകയും ആമേൻ ദൈവത്തിന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. പറയുന്നു വെളിപ്പെടുത്തുന്നു, നീ ഉണരാതിരുന്നാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് നിങ്ങൾ ഇന്ന് എടുത്തു കളയും ചെയ്യും. അപ്പൊ ഉണരുക. സ്തോത്രം. ആമേൻ. ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തനായി നിലകൊള്ളുക. സ്തോത്രം. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ന് വായിക്കുന്നു. സ്തോത്രം. ഉറങ്ങുന്നവനെ മരിച്ചവിടുന്ന് എഴുന്നേൽക്ക, കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. ജഡത്തിന്റെ ആമേ രാത്രി ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, ആമേ മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു എന്ന സ്തോത്രം. ഇവിടെ ഉറക്കത്തെ കുറിച്ചല്ല, ആമേ സ്തോത്രം, ആത്മീകത്തിലുള്ള ഉറക്കത്തെ കുറിച്ച്. സ്തോത്രം. സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മെ എന്തോ ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ സ്തോത്രം ആമേ സ്വന്തം അതേ താല്പര്യങ്ങളിലേക്ക് നീങ്ങുകയോ അതേ സ്തോത്രം അതല്ലെങ്കിൽ ആമേ സ്തോത്രം ഉത്തരവാദിത്തങ്ങൾ വേണ്ട രീതിയിൽ അതേ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയാതെ വണ്ണം ആമേ സ്തോത്രം ലസ്യമാണ്, അല്ലെങ്കിൽ ആ സ്തോത്രം ഒരു ഉദാസീനനായി നിലകൊള്ളുന്ന അവസ്ഥ. സ്തോത്രം പറയുന്നത് എങ്ങനെയാണ്? ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. സ്തോത്രം. വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉണരണം. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം ലഭിച്ചു എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. സ്തോത്രം. നീതിമാൻ പറയുന്നു, നീതിമാന്റെ സത്യമുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ആമേൻ. ആ ദൈവത്തിന്റെ വായിക്കുമ്പോൾ ഏലിയാവ് ആമേൻ നിരാശയോടെ ആമേൻ ആ ചൂരച്ചിലയുടെ ചൂട്ടിൽ കിടന്നുറങ്ങുകയാണ്. പ്രവർത്തികൾ നടത്തി. എന്നാൽ ഇസബേലിന്റെ ഒരു വാക്കിന് ചൂളിപ്പോയി ആമേ മതി കർത്താവേ എന്റെ പ്രാണനെ എടുക്കണമേ ആമേ സ്തോത്രം പറഞ്ഞത് ചൂരച്ചെടിയ ചൂട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സ്തോത്രം. അതെ ആ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു, തട്ടി എഴുന്നേൽപ്പിച്ചു. ആമേ അപ്പവും വെള്ളവും കൊടുത്തു. ആമേ സ്തോത്രം. വീണ്ടും അത് കഴിച്ചു, അത് കിടന്നു. വീണ്ടും ആമേ സ്തോത്രം ദൈവദൂതൻ ഇറങ്ങി വന്നു, തട്ടി എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കുക, ആമേ ഭക്ഷിച്ച് പാനം ചെയ്യുക, നിനക്ക് ദൂരെ യാത്ര പോകുക. ഒരു ആത്മീക അനുഗ്രഹം പ്രാപിച്ചവൻ ആമേ സ്തോത്രം ഒരു ദൂരെ യാത്രയ്ക്കുമായിട്ട് ആമേ ഒരുക്ക ദൈവശാനത്തിൽ ഇതിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. നിരാശയുടെ വലിയ പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി. സ്തോത്രം. ആമേ എന്റെ പ്രാണനെ എടുക്കണമേ, എനിക്ക് ജീവിക്കണ്ട. സ്തോത്രം. പ്രതിസന്ധിയിൽ കടന്നു വരും, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ആമേ അപ്രകാരം പുലമ്പൊന്നും കാണുവാൻ കഴിയും. എന്നാൽ ആമേ ദൈവത്തിന്റെ പദ്ധതി അതല്ല. ആമേ ഉണർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വീര്യം പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മെ കുറിച്ചാകട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ സ്ഥലത്ത് പറയുന്നത് പുരുഷത്വം കാണിക്കും. സ്തോത്രം. ആമേൻ. ആമേ ഒരു പുരുഷനായി, യോദ്ധാവായി ആമേൻ സ്തോത്രം ആമേ ദൈവിക വിഷയത്തിൽ ആമേ ഉണരുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. ഈ കഴിഞ്ഞ രാത്രിയിൽ മുഴുവനായി പ്രാർത്ഥിപ്പാൻ വിഷയങ്ങൾ ജാഗരിപ്പാൻ കർത്താവിന്റെ ദാസന്മാരിടയാക്കിയല്ലോ. ആമേ സ്തോത്രം. കർത്താവിന്റെ ദാസനും ദാസിയോട് സ്തോത്രം ചെയ്യുന്നു. പല പ്രതിസന്ധികളും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആമേ പ്രതിസന്ധികളെ കണ്ട് ആമേ ഉറങ്ങാതെ സ്തോത്രം പ്രയാസങ്ങൾ ശരീരത്തിലും ആമേ ജീവിതം ഉണ്ടായിട്ടും ആമേ ഉറങ്ങാതെ കർത്താവിന് വേണ്ടി പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതം പറഞ്ഞ് ദൈവജനത്തിനു വേണ്ടി ആമേൻ നിൽപ്പാൻ സഹായത്തെ സ്തുതിയുടെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. അത് ഉണർന്ന് ആമേൻ സ്തോത്രം ജാഗരിക്കുമ്പോൾ ദൈവത്തിന്റെ അതിലെ പദ്ധതി നമ്മൾ വെളിപ്പെടുകയും ദൈവിക വിഷയത്തിൽ സമ്പന്നനായി മാറുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യ 5 കന്യകമാര് ബുദ്ധിയുള്ളവരായിരുന്നു. സ്തോത്രം. അവർ മയക്കം പിടിച്ചുറങ്ങിയതാ. അങ്ങനെ എഴുന്നേറ്റ് വലിയ സ്തോത്രം അവർ വിളക്ക് തെളിപ്പാണ്ടയായി തീർന്നു. സ്തോത്രം. അതേ ജഡം ബലഹീനമത്രേ, ആത്മാവ് ഒരുക്കമുള്ള ആത്മീകത്തിൽ നാം ഉണരുവാൻ പരിശുദ്ധ നമുക്ക് ഉദ്ദേശിക്കുന്നത് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനയാകുന്ന ആമേ ധൂപം ആമേ ഉയരത്തിലേക്ക് ഇങ്ങോട്ടെ പ്രൈസ്ലോകത്തിന് മഹത്വം ഉണ്ടാകും. പ്രാർത്ഥനയിൽ ഉണരുവാൻ ആമേ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഉപമാണ് കർത്താവ് പറയുവാണ്ടയായി തീർന്നു. ആമേ പട്ടണത്തിൽ അത് ഒരു വിധവ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ അതേ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അവന് ദൈവത്തെ ഭയവും മനുഷ്യ ശങ്കയുമില്ല. എങ്കിലും ആമേൻ സ്തോത്രം വിധവ അവനെ അസഹ്യപ്പെടുന്ന നിമിത്തം ആമേൻ അവൻ പറയുകയാണ്, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യ ശങ്കയില്ല. എങ്കിലും
ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ അവൾക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലേ. ആമേൻ. സ്തോത്രം.